നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. MSD മൈറ്റ് ലീവ് മിഡ് സീസൺ ഇഫ് സഞ്ജു സാംസൺ ജോയിൻ CSK. മുൻ ഇന്ത്യൻ താരമാണ് ഇക്കാര്യം പറയുന്നത്. ബിഗ് CSK ട്വിസ്റ്റ് ഇൻകമിങ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ളവർ ഇത് റിപ്പോർട്ട് ചെയ്തു. അതായത് സഞ്ജു സാംസൺ CSKയിലെത്തി, അദ്ദേഹം അവിടെ ക്ലിക്കായി വന്നാൽ മിഡ് സീസണിൽ MSD വിട പറയും. കാരണം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ടീമിനെ നയിക്കാൻ പൊട്ടൻഷ്യലുള്ളൊരു കളിക്കാരനെ എത്തിച്ചു. ഇനി പിൻവാഗാം എന്ന തീരുമാനത്തിലേക്ക് MSD പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ടീമിൻ്റെ വിജയമാണ് എപ്പോഴും MS ധോണിക്ക് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് ഖൈഫ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അല്ലാതെ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇപ്പോൾ MSD ആണെങ്കിലും അതുപോലെ ജഡേജയാണെങ്കിലും അവർ 2008 മുതൽ IPL കരിയർ ആരംഭിച്ച് തുടക്കം മുതലുള്ളവരാണ്. CSKയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരിക്കൽ പോലും ഫ്രാഞ്ചൈസി വിട്ട് MSD പോയിട്ടില്ല. 2 സീസണുകൾ ഒഴികെ, ബാൻ കിട്ടിയ 2 സീസൺ ഒഴികെ. ഈ ട്രേഡ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അദ്ദേഹത്തിൻ്റെ അവസാന സീസണായിരിക്കും, MSDയുടെ അവസാന സീസണായിരിക്കും. മേ ബി ഈവൺ വൺ ഹി ഡസൻറ്റ് ഫിനിഷ്. അദ്ദേഹം ഒരു പക്ഷേ ഈ സീസൺ കംപ്ലീറ്റ് കളിച്ചു കൊള്ളണമെന്ന് പോലുമില്ല, അതിനിടയ്ക്ക് തന്നെ അദ്ദേഹം നിർത്തിയേക്കും. കാരണം ഇഫ് സഞ്ജു സെറ്റിൽ വെൽ വിത്ത് ദി ടീം ആൻഡ് മാനേജ്മെൻറ്റ്, ധോണി കുഡ് ഹാൻഡ് ഹിം ദി റെയിൻസ്. അതാണ് സംഭവിക്കുക. സഞ്ജു എവിടെ നന്നായിട്ട് സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ, ടീം മാനേജ്മെൻറ്റും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ, ധോണി അദ്ദേഹത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ച് അവിടെ നിന്ന് പടിയിറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ മുഹമ്മദ് ഖൈഫ് പറയുന്നത്. കാരണം ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റൻ എന്ന രൂപത്തിലേക്ക് കൂടി സഞ്ജു സാംസണെ കാണാൻ പറ്റും. ടീമിന് ഗുണകരമാണെന്ന് തോന്നിയാൽ ഹീസ് റെഡി ടു ഗിവ് അപ്പ് ജഡേജ ടു ബ്രിങ് ഇൻ എ ഫ്യൂച്ചർ ക്യാപ്റ്റൻ. അതാണ് ധോണിയുടെ ഒരു രീതി. ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളെ ധോണി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധോണിക്ക് എല്ലാറ്റിനും അപ്പുറം ടീമിൻ്റെ വിജയം തന്നെയാണ് പ്രാധാനം. നോക്കുക, ഫോർ ധോണി മേക്കിംഗ് ദി ടീം വിൻ ഈസ് ദി ബിഗ്ഗസ്റ്റ് ഗോൾ. കൈഫ് പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ലക്ഷ്യം MSDയെ സംബന്ധിച്ചിടത്തോളം ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും കളിക്കാൻ എത്തുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ സീസൺ കഴിഞ്ഞ് ഈ സീസണിൽ വീണ്ടും കളിക്കാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ സീസണിൽ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. അദ്ദേഹം അഭിമാനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബിഗ്ഗസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ടീം വീണ്ടും അടുത്ത കിരീടം ചൂടുക എന്നുള്ളതാണ്. ആ ടീമിന് ശരിക്കും ഒരാളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും കിരീടം ചൂടാൻ പറ്റില്ല. ഇപ്പോൾ ജഡേജയെ സാക്രിഫൈസ് ചെയ്യണം ടീമിൻ്റെ നന്മക്ക് എന്ന് തോന്നുകയാണെങ്കിൽ ധോണി വിൽ ഡൂ ഇറ്റ്. അതിലെന്താ സംശയം? ധോണി അങ്ങനെയാണ്. ആളുകൾ പറയും ധോണി എങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ. ശരി, അങ്ങനെയാണെങ്കിൽ ആ ഫ്രണ്ടിന് ഒരു 2 ചാൻസും കൂടി അധികം കൊടുത്തേക്കാം. അതിനപ്പുറത്തേക്കൊന്നും അദ്ദേഹം കാര്യങ്ങൾ ചെയ്യില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് എന്ന് പറയുന്നത് ടീമിൻ്റെ വിജയം മാത്രമാണ്. സോ ദി ഗോൾ ഈസ് ടു മേക്ക് CSK എ ചാമ്പ്യൻ. അതുകൊണ്ട് തന്നെ ജഡേജയെ ഒഴിവാക്കണം, മറ്റൊരു ടീമിലേക്ക് വിടണം എന്ന് തോന്നിയാൽ അദ്ദേഹം അത് ചെയ്യും. ഇഫ് ധോണി ഫീൽസ് ഹി ക്യാൻ ഗെറ്റ് എ ബെറ്റർ ഓപ്ഷൻ ഫോർ ദി ടീം, ഹി വിൽ ടേക്ക് ദി ഡിസിഷൻ എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് മുഹമ്മദ് ഖൈഫ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും 2 കാര്യങ്ങൾ അതിലുണ്ട്. ടീമിൻ്റെ നന്മക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് മറ്റ് സെൻറ്റിമെൻറ്റ്സിലൊന്നും MSD പ്രാധാന്യം കൊടുക്കില്ല. ഇപ്പോൾ ജഡേജ പോയി കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ വരും എന്ന് തോന്നുകയാണെങ്കിൽ ജഡേജയെ സാക്രിഫൈസ് ചെയ്യാൻ MSDക്ക് മടിയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സഞ്ജു സാംസൺ വന്ന് ടീമിൽ സെറ്റിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ MSD പടിയിറങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. പലരും ചോദിക്കും, തീരുമാനമെടുക്കേണ്ടത് MSD അല്ലല്ലോ, CSK മാനേജ്മെൻ്റ് അല്ലെന്നൊക്കെ, ഈ സഞ്ജു വരുന്നതും മറ്റും കാര്യങ്ങളൊക്കെ കുറിച്ച്. പക്ഷേ അവിടെ MSDക്കുള്ള ഇൻഫ്ലുവൻസ് എല്ലാവർക്കും അറിയാമല്ലോ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.